ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ഉണക്കച്ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. ഉണക്കച്ചെമ്മീൻ ഫ്രൈ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്യാൻ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. വറുക്കാനുള്ള ഉണക്കച്ചെമ്മീൻ തലയും വാലും എല്ലാം കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വാങ്ങുന്ന ചെമ്മീനിൽ ചിലപ്പം മണലും പൊടിയൊക്കെ കാണും. അപ്പോൾ ഇതൊന്നും നമുക്ക് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നേരമൊന്നും കുതിർത്തിയൊന്നും വെക്കരുത്. ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ വാരിയെടുക്കണം. വാരിയെടുത്ത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് അപ്പം തന്നെ വറുത്തെടുക്കണം. എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് കൈകൊണ്ട് കഴുകി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഈ സമയത്ത് ഞാനിവിടെ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ സമയം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വറുത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മുരിഞ്ഞ് കിട്ടാനൊക്കെ. കഴുകുന്നതിന് മുൻപായിട്ട് തന്നെ ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത ചെമ്മീനപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം എണ്ണയില്ലാതെ തന്നെ നമ്മളിത് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. കുറച്ച് സമയം എടുത്ത് വേണം വറുക്കാനായിട്ട്. കാരണം വെള്ളത്തിലിട്ട് നമ്മൾ കഴുകി എടുക്കണം. കാരണം കുറച്ച് സമയം പിടിക്കും ഇനി ഇത് മൂത്ത് വരാനായിട്ട്. ചെമ്മീൻ വറുക്കാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ വരും. അപ്പോൾ നമുക്കത് സ്പൂൺ കൊണ്ട് കോരി ഒന്ന് മാറ്റി കൊടുക്കാം. വെള്ളം മൊത്തം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. കുറച്ച് സമയം എടുത്ത് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് പിടിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉണക്കച്ചെമ്മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആദ്യം ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് ക്രിസ്പി ആയിട്ട് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നത്. എണ്ണയിലിട്ട് വറുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സമയമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ചെമ്മീൻ ഞാനിവിടെ വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. വറുത്തെടുത്ത ഉണക്കച്ചെമ്മീൻ നമുക്കൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ഇട്ടതിന് ശേഷം കൈകൊണ്ടൊന്ന് പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെമ്മീൻ്റെ പുറത്തുള്ള ചെറിയ പൊടികളെല്ലാം പോയി കിട്ടും. ഈ പൊടിയിൽ നിന്ന് ചെമ്മീൻ മാത്രം ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ വാരിയെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ചെമ്മീൻ വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി കൂടുതൽ സമയമൊന്നും വറുക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഒരു 5 മിനിറ്റൊക്കെ വറുക്കുമ്പോഴത്തേക്കും ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ട് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇതിൽ ഉപ്പുപൊടിയൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ആ ഉള്ളിയും ഒക്കെ മൂപ്പിക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ വറുക്കാൻ നമുക്കിത് ഏകദേശം ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ചെമ്മീനെടുത്ത് ഒന്ന് വായിലിട്ട് കടിച്ച് നോക്കാം, നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ഇപ്പോൾ ചെമ്മീൻ നല്ല മൂത്ത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ചെമ്മീൻ വറുത്ത ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വേണമെങ്കിൽ ഉള്ളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളിലേക്ക് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാല കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ, എന്നാൽ മാത്രമേ ഇതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അവസാനം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്തതിന് ശേഷം ഒന്ന് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികൾ കൂടുതൽ സമയമൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെമ്മീൻ ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാലകളെല്ലാം ചെമ്മീനിൽ പിടിക്കുന്നവർ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുപോലെ നമുക്ക് പുറത്തുള്ള പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ വളരെ നല്ലതാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ പുറത്ത് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി സൂക്ഷിക്കുകയാണെങ്കിൽ അതൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ നല്ല മുരുമുര ക്രിസ്പിയായ നാവിൽ കൊതിയൂറും ഉണക്കച്ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കഞ്ഞി, ചോറ്, മോരുകറി, രസവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്